ചെന്നൈ ഭാഗത്തുള്ള ഒരു സർച്ചിലാട്ടോ നമ്മളുള്ളത്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു സർച്ചിലാട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന എൻട്രൻസ് ഈ ഒരു ഭാഗത്ത് കൂടെ ഉണ്ടാ. അങ്ങനെ നമ്മൾ കയറി വരുന്ന ഒരു ഭാഗത്ത് ഇതുപോലത്തെ ക്രിസ്തുവിൻ്റെ മഠം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കല്ലിൽ. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ. ഉള്ളിൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്കവിടെ കയറാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. തോമസ് ചർച്ച് എന്നാണ് കേട്ടോ ഈ ഒരു ചർച്ചിന് പറയാം. ചെന്നൈ ഭാഗത്താണുള്ളത്. ഏകദേശം മറീന ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് വരുന്നത്. ഇവിടെ ഇതുപോലെ ഒരു സ്തൂപുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ വേറെ സ്തൂപുണ്ട്. ഇവിടെ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ കത്തിച്ച് വെക്കണ പ്രത്യേകതരം പൈപ്പുകളിൽ ചെയ്തു വെച്ചതാണ്. ഒരുപാട് മെഴുകുതിരി കത്തിച്ച് വെക്കട്ടോ. അത് ഉരുകി ചാടുന്ന വെള്ളമാണ് ഈ താഴത്തുള്ളത്. ഇതുപോലത്തെ ഒരെണ്ണം വെടിയും കാണുന്നുണ്ട് കേട്ടോ. മെഴുകുതിരിൻ്റെ വെള്ളമല്ലേ, അതിങ്ങനെ അരിക്കണം ഒറ്റിച്ചാടുക ആ ഭാഗത്തേക്ക്. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാറിന് 50, ഓട്ടോക്ക് 50, വാനാണെങ്കിൽ 100, ബസ്സാണെങ്കിൽ 300 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരും കണ്ടില്ല കേട്ടോ. ഇവിടെ ഇതുപോലത്തെ ഒരു മ്യൂസിയം വരുന്നുണ്ട് കേട്ടോ. നമുക്കവിടെ കയറി നോക്കാം. ഇവിടെ താഴത്തായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഒരു കല്ലറ വരുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് പോവാം. ഈ കാണുന്ന ഏരിയയിൽ പോകുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. പോകാനായിട്ടും വരാനായിട്ടും രണ്ട് വഴികളാണ് കേട്ടോ. ഈ കാണുന്നത് ആ കല്ലറക്ക് മുന്നിൽ ഇരിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ കല്ലറയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു വഴി. പിന്നീട് നമ്മൾ ഇതുപോലത്തെ ഒരു ഹോളിലേക്ക് തന്നെയാണ് വരിക. ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ ലാംഗ്വേജിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോണത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഈ മ്യൂസിയത്തിൽ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.